ഹായ് നമസ്കാരം കൂട്ടുകാരെ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ നമ്മൾ പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കറി കടലയാണ് കേട്ടോ കറി വെച്ചത്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കടലക്കറിയാണ്. തേങ്ങ വറുത്തരച്ച് കറി ഉണ്ടാക്കിയതല്ല കേട്ടോ, പെട്ടെന്ന് തയ്യാറാക്കിയൊരു കടലക്കറിയാണ്. കറി ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വീഡിയോയ്ക്ക് നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല കേട്ടോ, ഇതുവരെയും റെഡി ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോ അപ്പവുമായിട്ട് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തത്. ട്രൈപോഡിൽ വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് കറക്കി വന്നപ്പോഴത്തേക്ക് വേറൊരു ഷേപ്പൊക്കെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ രാവിലെ എല്ലാം റെഡിയായി. പിന്നെ മക്കൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 പേർക്ക് ഇന്ന് പോകേണ്ട ദിവസമാണ് കേട്ടോ. അങ്ങനെ കഴിച്ച് അവർ പോകാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ തന്നെ അരിയടുപ്പത്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് കറി വയ്ക്കാനായിട്ട് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ക്ലീൻ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നങ്കാണ് കിട്ടിയത്. ഇവിടെ ഇത് നങ്കെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ വലുതിനാണ് മാന്തൽ എന്ന് പറയുന്നത്. അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് ഞാനത് കറിയായിട്ട് തന്നെയാണ് വെച്ചെടുത്തത്. എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്ത് കേട്ടോ. കാര്യം വെച്ചാൽ എനിക്ക് ഗോതമ്പ് കഴുകി വെയിലത്തിട്ട് ഉണക്കിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു, പൊടിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. പൊടി തീർന്നിരിക്കുകയായിരുന്നേ. അങ്ങനെ ഉച്ചയ്ക്ക് കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മെഴുക്ക് പുരട്ടിയും കൂടെ ഉണ്ടാക്കി കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അതൊരു അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് പിന്നെ അതേ വെയിലത്തിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വെയിലെല്ലാം ഒന്ന് പോയതിന് ശേഷം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാനൊന്ന് പേറ്റാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ്. പേറ്റിയിട്ടാണ് ഞാൻ കഴുകി ഉണക്കിയത്. എങ്കിലും നമ്മൾ അവിടെ മാവ് നിൽക്കുന്നതുകൊണ്ടേ മാവേന്ന് വല്ല ഇലകളും പൊടികളൊക്കെ അതിനകത്ത് വീണറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് പേറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നന്നായിട്ടൊന്ന് പേറ്റിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ബക്കറ്റിലേക്ക് ഇട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തൊട്ടടുത്ത് മില്ലുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുപോയാണ് പൊടിപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ അതെല്ലാം പേറ്റിയെടുത്ത് അത് കഴിഞ്ഞ് തുണികളെല്ലാം ഉണങ്ങി കിടക്കണം കേട്ടോ. അപ്പോൾ അതുമൊക്കെ ഒന്ന് മടക്കിയൊക്കെ വെച്ചിട്ട് വേണം പൊടിപ്പിക്കാൻ വേണ്ടി പോകാനായിട്ട്. പിന്നെ കുറച്ച് കാച്ചിൽ ഇരിപ്പുണ്ട് പുഴുങ്ങാനായിട്ട്. അപ്പോൾ വൈകിട്ട് കഴിക്കാനായിട്ട് ചായയുടെ കൂടെ കാച്ചിലൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അങ്ങനെ ഓരോ ജോലികളായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു ജോലി എനിക്കുള്ളതെന്ന് വെച്ചെന്നെ, ഞാൻ ഇരിക്കണതിൻ്റെ ആവശ്യത്ത് കണ്ട കുറച്ച് കരികിൽ കിടക്കുന്നത്. അപ്പോൾ ആ മാവിൽ നിന്ന് വീഴുന്നതാണ്. അപ്പോൾ അതുമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ ഇത് ചെയ്തിട്ട് വേണം അതൊന്ന് ക്ലീൻ ചെയ്തിടാനായിട്ട്. അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ മില്ലിൽ കൊണ്ടുപോയി ഗോതമ്പ് പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വീട്ടിൽ വന്നിട്ടാണ് ഞാൻ കാച്ചിൽ പുഴുങ്ങിയത്. ഇപ്പോൾ കാച്ചിൽ കഴിക്കാനായിട്ട് മുളകും ഉള്ളിയും കൂടെ ഒന്ന് ഉടച്ചെടുക്കാൻ പോയണേ. ഉള്ളി ചതച്ചെടുത്തിട്ട് മുളകൊക്കെ ആയിട്ട് ഉപ്പൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ പോണത്. പിന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഉണ്ടാക്കി വെച്ചിരുന്ന മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻകറി കൂട്ടിയിട്ടാണെങ്കിൽ നമുക്ക് കഴിക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റുള്ള കാച്ചിലായിരുന്നു. ചായയുടെ കൂടെ മാത്രം കഴിക്കാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതൊരു 7:30 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ വാതിക്കെ റോഡേ കൂടെ ഒരു നേർച്ച താലപ്പൊലിയാണ് കണിച്ചുളങ്ങര അമ്പലത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ റോഡേ പോയി നിന്ന് കാണുന്നതാണ്. ഇതിപ്പം നമ്മൾ മുകളിൽ ടെറസിലിരിക്കുകയായിരുന്നു കേട്ടോ. കാറ്റും കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേർച്ച വന്നത് കണ്ടത്. പിന്നെ നേരെ അവിടെ നിന്നിട്ട് തന്നെ കണ്ടു കേട്ടോ. ചില നേർച്ചകൾ ഇതുപോലെ വരുമ്പോൾ അതിൻ്റെ കൂടെ ഗരുഡൻ പയറ്റുണ്ടാവും, അല്ലെങ്കിൽ അമ്മൻകുടം തുള്ളലുണ്ടാവും. അപ്പോൾ ഈ നേർച്ചയുടെ കൂടെ അങ്ങനെയുള്ള കലാരൂപങ്ങളൊന്നുമില്ല കേട്ടോ. ലാസ്റ്റ് അവർ നേർച്ചയുടെ ലാസ്റ്റാണ് അവരിങ്ങനെ പിന്നെ ഈ തടി വഴിപാടില്ലേ, ദേവിക്ക് നേർച്ചയായിട്ടുള്ള തടി വഴിപാട്. തടി ഇങ്ങനെ ചുട്ടിട്ട് കുരുത്തോലയൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ തടി തോളെ വെച്ച് തുള്ളി അവർ കൊണ്ടുപോകും, അമ്പലം വരെ അങ്ങനെ കൊണ്ടുപോകും. അതാണ് ഈ താലപ്പൊലിയുടെ കൂടെ പോകുന്ന നേർച്ച. പിന്നെ ലാസ്റ്റ് ഒരു വണ്ടിയിൽ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പം വെട്ടയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിലുള്ള ലൈറ്റിൻ്റെ പ്രകാശം ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു വണ്ടിയും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നേർച്ച അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണിച്ചുളങ്ങര അമ്പലത്തിലേക്കുള്ള നേർച്ചയാണ്. ഇപ്പോൾ ഉത്സവം തുടങ്ങിയത് മുതൽ എല്ലാ ദിവസവും ഇതുപോലെ നേർച്ചകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ അമ്പലത്തിലേക്ക്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീണ്ടും അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.